ബസ്സിലെ ലൈംഗികാതിക്രമ ആരോപണത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. നമസ്കാരമുണ്ട്. നമ്മുടെ കോഴിക്കോടുകാരി കൊലയാളി ഷിംജിതയ്ക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. കാര്യം ഇതൊരു ശിക്ഷ അല്ലെങ്കിൽ തന്നെ കേസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിക്ഷ അല്ലെങ്കിൽ തന്നെയും ഈ കോടതിയുടെ ഇങ്ങനത്തെ ഒരു തീരുമാനം ഭയങ്കര ഒരു സ്വാഗതാർഹമാണ്. അത് തന്നെയല്ല സന്തോഷമുണ്ട്. കാര്യം ഇത്രയും വലിയൊരു കുറ്റവാളിയെ കോടതി ജാമ്യം നിഷേധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇവിടെ ഇൻസ്റ്റാ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സുഹൃത്തുക്കളെ ഇവളൊരു സൈക്കോളജിസ്റ്റാണ്? ഇവിടെ ഈ വർത്താനവും ഇവൾ ഇമാതിരി പോക്കൃത്തരം ചെയ്തതും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചുള്ള അവരൊന്നും ഇമാതിരി പോക്കൃത്തരം ചെയ്യത്തില്ല. കാര്യം അവർക്ക് അറിയാം തെറ്റാന്നുള്ളത്. അവൾ ഈ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഈ വീഡിയോ ആദ്യമേ പോസ്റ്റ് ചെയ്ത് ജനങ്ങൾ മൊത്തം പൂരെ തെറി പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ട് അവൾ ഒന്നുകൂടെ റീപോസ്റ്റ് ചെയ്തിട്ട് അവൾ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. ഇപ്രകാരം അതായത് ജനങ്ങൾക്കാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സ് വായിക്കുന്ന ഉന്നത ഒരു വിദ്യാഭ്യാസമാണ്. അവരൊന്നും ഈ പോക്കൃത്തരം ചെയ്യത്തില്ല. രണ്ടാമത്തെ കാര്യം ഈ ഒരു പോക്കൃത്തരം ചെയ്തിട്ടും അവൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല അവൾ ചെയ്യുന്ന തെറ്റാണ്. അവൾക്കറിയാമെങ്കിൽ തന്നെയും അവൾ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? വെറും പൊട്ടത്തരം കൊണ്ട് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുക. എൻ്റെ സുഹൃത്തുക്കളെ, കാര്യം ജനങ്ങളുടെ മനസ്സല്ലേ വായിക്കുന്നത് സൈക്കോളജിസ്റ്റ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് കൺസൾട്ടേഷൻ നടത്തുന്നതാണ്. അപ്പോൾ അവർക്ക് മനുഷ്യൻ്റെ മനസ്സ് വായിക്കാൻ അറിയാം. അപ്പോൾ ഇമാതിരി പോക്കൃത്തരവും കാണിച്ചിട്ട് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയാണ്. അത് തന്നെയല്ല അവിടെ ഒരു വർത്തമാന ശൈലിയും ഇതൊന്നും ഒരു നല്ല ഒരു വിദ്യാഭ്യാസ യോഗ്യതയുള്ള വ്യക്തിയുടെ സ്വഭാവം കണക്കാക്കുന്നില്ല. അത് തന്നെയല്ല ഈ പുള്ളിക്കാരത്തിയുടെ പുറകിൽ അനവധി നിഗൂഢതകൾ ഒളിഞ്ഞു നിൽപ്പുണ്ട് എന്നൊരു തോന്നലുണ്ട് എനിക്ക്. കാര്യം ഇവള് ഇന്ത്യ വിട്ട് പോകുന്നു, തുരുതുരാ പോകുന്നു. അത് തന്നെയല്ല ചില പൈസ ഇടപാടുകൾ ന്യൂസ് വരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന മയക്കുമരുന്നിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുന്നു. ഇവൾ എന്തിനാണ് കണ്ണൂർ പോകുന്നത്? ഇതൊന്നും വ്യക്തമായൊരു ഉത്തരം കിട്ടുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഈ പോലീസിൻ്റെ അന്വേഷണം ഇത് മൊത്തം കണ്ടെത്തിക്കൊണ്ട് ഇവളെ ഇരുട്ടറയിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അമ്മാതിരി ദുഷ്ട സ്ത്രീയാണ് ഇവൾ. അപ്പോൾ ഇവിടെ കാര്യം പോട്ടെ, നമ്മൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് അങ്ങ് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയല്ല ആൾക്കാർ ഭയങ്കരമായിട്ടും ചില ആൾക്കാർ സോഷ്യൽ മീഡിയ കോൺഷ്യസ് ആയിരിക്കുന്നു. നമ്മൾ ഈ ദീപകിൻ്റെ കേസ്, ട്രിവാൻഡ്രത്ത് അമ്മയും മോളും ആത്മഹത്യ ചെയ്ത് ഗ്രീഷ്മയുടെ കേസ്, ദിലീപിൻ്റെ കേസും മാങ്കൂട്ടത്തിൻ്റെ കേസും നമ്മളെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ രണ്ട് കൂട്ടർ ദീപക്കും ഈ പറയുന്ന അമ്മയും മോളും ഗ്രീഷ്മയുടെ അമ്മയും അവർ സമൂഹത്തിനെ ഒത്തിരി ഭയന്ന ആൾക്കാരായിരുന്നു. അവർക്ക് സമൂഹത്തിനെ ഫേസ് ചെയ്യാൻ ഭയമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നീ എന്നെ കണ്ടുപഠിക്കും. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിന് മീതെ തോണി, അത്രയേ ഉള്ളൂ. ഈ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വിചാരിക്കും ഈ ലോകത്തെ സുഖങ്ങൾ മാത്രം അനുഭവിക്കാനല്ലല്ലോ കർത്താവ് നമ്മൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. സന്തോഷിക്കാവുന്ന സമയത്ത് മനസ്സ് തുറന്ന് അങ്ങോട്ട് സന്തോഷിക്കുക. ബാക്കിയൊക്കെ വരനോടുത്ത് വെച്ച് കാണാടോ. കാര്യം നമ്മളെ ജനിപ്പിച്ചത് ഒരു ശക്തിയാണ്. നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും നമ്മുടെ തലയിൽ വരച്ചിരിക്കുന്ന വര പോലെയുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ പോക്ക് വരുള്ളൂ. കാര്യം ശ്രീകുമാരൻ തമ്പികളുടെ വരികളുണ്ട്, കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം നടന്നാൽ കാലത്തിന് കൽപ്പനയ്ക്ക് എന്തു മൂല്യം, നമ്മുടെ ഭാജനം എല്ലാം നടന്നാൽ നാരായണന് എന്തിനമ്പലങ്ങൾ. അതായത് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നടന്നു കഴിഞ്ഞാൽ ഇവിടെ ദൈവത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ദുഃഖങ്ങളുണ്ടായിരിക്കാം, സുഖമുണ്ടായിരിക്കാം, അതെല്ലാം അനുഭവിച്ച് പോവുക എന്നുള്ളതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പുരുഷനെ സംബന്ധിച്ചോളം ഒരു പുരുഷൻ്റെ ബീജത്തിൽ നിന്നും ഒരു അണ്ഡവുമായിട്ട് സംയോജിച്ചുണ്ടാകുന്ന ഒരു ജീവനാണ് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യജീവൻ.
അപ്പം ഒരു പുരുഷൻ ഒരു ദിവസം 10⁻9 to 10⁻13, അതായത് 1 9 അല്ലെങ്കിൽ 1 13 വരെ ഉള്ള ബീജാണു ഉൽപ്പാദിപ്പിക്കും. കോടാനുകോടിയുള്ള ബീജാണുക്കളിൽ ഒരു ബീജാണുവാണ് നമ്മളുടെ ജീവൻ, അല്ലേ? അപ്പോൾ അത്രയും കോടാനുകോടിയുള്ള ബീജാണുക്കളിൽ നിന്നും ദൈവം സെലക്ട് ചെയ്ത് വിട്ട് ഒരു ബീജാണുക്കൾ, അത് എന്തേലും വരട്ടെ, സമൂഹം എന്തേലും നമ്മളെ വിധിക്കട്ടെ, നമ്മൾ തെറ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനം. ഇപ്പം ദീപക്കിൻ്റെ കേസ് കെട്ട് ഒരു കാര്യം ഞാൻ പറയാം. ദീപക്കിന് കേസ് കെട്ടിൽ ആദ്യമേ അവൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ജനങ്ങൾ അവക്കെതിരെ തിരിയുന്നു. അപ്പം അവൾ ഒന്നുകൂടെ എഡിറ്റ് ചെയ്ത് പിന്നെയും റീപോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ദീപക്കിന് മനസ്സിലാകാം, ദീപക്കിനറിയാം ദീപക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് തന്നെയല്ല, ആ വീഡിയോ കാണുമ്പോഴേ അറിയാം ദീപക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ദീപക്ക് തന്നെ, അല്ലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ബോധ്യമാവും. പക്ഷേങ്കിൽ ദീപക്ക് എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യനാണ്. അയാൾ എനിക്ക് തോന്നുന്നത് സോഷ്യൽ കോൺഷ്യസ് ആയിരിക്കാം, ഇമോഷണലി. കാര്യം ജനങ്ങൾ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ചിന്താഗതി അമിതമായിട്ട് ഇമോഷണലി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ ഒരു ലോല മനസ്സുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ കൂട്ടുകാരും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ പേടിപ്പിച്ചു കാണും. അങ്ങനെ ഒരു അവസ്ഥയിൽ പുള്ളി ആ ഒരു കടുങ്കൈ ചെയ്തു. മറിച്ച് പുള്ളി അതിനെ നേരിട്ടിരുന്നെങ്കിൽ ഈ രാഹുൽ ഈശ്വർ ഒരു കൂട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സിനിമാ നടനെ പ്രസ് മീറ്റിങ്ങിന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അയാളെ അറിയാം, സിനിമാ നടൻ എന്ന രീതിയിലും എനിക്കറിയാം. അയാളുടെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ന്യൂസ് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഒരു പോക്സോ കേസിനകത്ത് അദ്ദേഹം പിടിക്കപ്പെട്ടു എന്നുള്ളത് ഞാൻ വായിച്ചതാണ്. പിന്നെ അയാളെ വെറുതെ വിട്ടു അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധി വന്നു എന്നുള്ളതൊന്നും ഞാൻ വായിച്ചിട്ടില്ല. അപ്പം ഒന്ന് ആലോചിക്കണം, മാധ്യമങ്ങൾ എത്രത്തോളം ഒരു മനുഷ്യനെ ഇകഴ്ത്തി കാണിക്കുക, അതിൽ നിന്ന് ന്യൂസ് വാല്യൂ ഉണ്ടാക്കുക അല്ലെങ്കിൽ റേറ്റിംഗ് ഉണ്ടാക്കുക എന്ന് പറയുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ കുട്ടികൾ ജയചന്ദ്രൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിനറിയാം അദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളത്. സത്യം ബോധിപ്പിക്കാനുള്ള ഒരു മനത്തൻ്റെ ഇടം അദ്ദേഹത്തിനുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ എന്തു പറ്റി? അദ്ദേഹം വിജയിച്ചു. അത് ജനങ്ങൾ അറിയുന്നു, നാടറിയുന്നു, അദ്ദേഹത്തിനെ പ്രകീർത്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദീപക്കിന് അല്ലെങ്കിൽ ജനങ്ങൾക്കറിയാം ദീപക്ക് തെറ്റുകാരനല്ല എന്നുള്ളത്. കൃത്യമായിട്ടും മനുഷ്യർക്കൊരു വാലിഡേഷൻ ഉണ്ട്, അല്ലേ? ആ വീഡിയോ കാണുമ്പം ഈ പറയുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ ഉണ്ടല്ലോ, ഒരു അറയ്ക്കലോ, അതുപോലെ തലയിൽ അമേദ്യം കൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ല, ബോധമുള്ള ആൾക്കാർ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ അറിയാം. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബസ്സിൽ ചാഞ്ചാടുന്ന എന്താണ്? ഇന്നേഴ്ഷ്യ ഓഫ്, അതായത് മനുഷ്യൻ്റെ ആ ഒരു ബോഡി ഇന്നേഴ്ഷ്യയും കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത്, അല്ലേ? ബസ്സല്ലേ, അല്ലെ ഏതൊരു വാഹനവും അല്ലേ, അത് മൂവിങ് ഒബ്ജക്റ്റ് അല്ലേ? അപ്പോൾ അതൊരിക്കലും ഒരു പിടിപാടല്ല. അപ്പം അതൊരിക്കലും തെറ്റ് ദീപക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം ഒരു ലോലഹൃദയനായതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു, ആത്മഹൂതി നടത്തി. അതുപോലെ തന്നെയാണ് ഈ ഗ്രീഷ്മയുടെ അമ്മയും. അത് വേറെ ഒരു കാര്യമാണ്. അവരൊത്തിരി സോഷ്യലി കമ്മിറ്റഡ് ആൻഡ് കോൺഷ്യസ് ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കല്യാണം 200 പവൻ സ്വർണവും അതുപോലെ സ്വത്തും കൊടുത്ത് അത്യാർഭാടപൂർവം നടത്തുന്നു. ആ കല്യാണം കഴിച്ചിട്ട് 25 ദിവസമാണ് ആ ഒരു വ്യക്തിയുടെ കൂടെ ഈ 6 വർഷത്തിന് ഇടയ്ക്ക് ആ പെൺകുട്ടി ജീവിച്ചിട്ടുള്ളൂ. അപ്പം ഈ പെൺകുട്ടിക്കും ഈ അമ്മയ്ക്കും അവർക്ക് ഒരു ഭയമുണ്ട് സൊസൈറ്റിയെ. എൻ്റെ ഒരു നിരീക്ഷണമാണ്, അവർ ഭയന്നിട്ടുണ്ടായിരിക്കും. കാര്യം ഇത്രയൊക്കെ പണം കൊടുത്ത് ഞാൻ കല്യാണം കഴിപ്പിച്ചതല്ലേ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതല്ലേ ഞാൻ, എന്നിട്ട് ഈ ഒരു കല്യാണം തകർന്നു പോയു എന്ന് ജനങ്ങൾ അറിയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും, എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? രണ്ടാമത്തെ ഒരു 30 വയസ്സേ ഉള്ളത് എന്ന് ആലോചിക്കണം. ആ പെൺകുട്ടിക്ക് M.Tech ബിരുദധാരിയാണ്, 30 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ അവൾ വിചാരിച്ച് കാണും, ഇനിയിപ്പോൾ രണ്ടാമതൊരു കല്യാണം, ഞാൻ എങ്ങനെ നാട്ടുകാരെ മുഖത്ത് നോക്കും? അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ആത്മഹത്യ നോട്ടിനകത്ത് ആ പെൺകുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു, ആ പെൺകുട്ടിയും അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യാനായിരുന്നു. പക്ഷേ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അതുകൊണ്ട് ഇവർ ആത്മഹത്യ. അപ്പം അവർക്ക് സമൂഹത്തിനെ പേടിയാണ്, ഭയമാണ്, സമൂഹത്തിനോട് എന്തു പറയും എന്നുള്ളൊരു ചിന്താഗതിയാണ്, സമൂഹം എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ്.
അപ്പോൾ അവർക്ക് സമൂഹത്തിനെ ഫേസ് ചെയ്യാനുള്ള മനത്തണ്ടേടമില്ല. രണ്ടാമത്തെ വേറൊരു കാര്യം, ഈ ഒരു കുണ്ടൻ ഞാൻ അവനെ പറയാൻ കാര്യം അവൻ്റെ ആ ഒരു സ്വഭാവമായതുകൊണ്ടാണ്. ആ ഒരു വൃത്തികെട്ട കുണ്ടൻ അവനെ അത്രയ്ക്കും ഈ കുട്ടി സ്നേഹിച്ചു എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവൻ ഒരു IIT റാങ്ക് ഹോൾഡറാണ്. IIT റാങ്ക് ഹോൾഡർ പോയിട്ട് അവനൊരു കുണ്ടനാണെന്ന് വ്യക്തമാക്കുന്ന ന്യൂസുണ്ട്. അപ്പോൾ ഈ ന്യൂസ് അനുസരിച്ച് അവനൊരു കുണ്ടനാണ്. അപ്പോൾ ആ കുണ്ടനായ ആ കുണ്ഠിതക്കാരനെ ഒരിക്കലും ഒരു സ്ത്രീ ഇഷ്ടപ്പെടത്തില്ല. കാര്യം ആ ഒരു സ്വഭാവം, ഈ കുണ്ടത്തനം ഒരിക്കലും മാറത്തില്ല, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല. ഇവനെ സംബന്ധിച്ചിടത്തോളം അതൊരു മാനസിക രോഗമാണ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇവനെ സംബന്ധിച്ചിടത്തോളം, ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അതൊരു മാനസിക രോഗമാണ്. അതൊരിക്കലും അവനെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ്റെ അല്ലെങ്കിൽ ഈ കുട്ടിയായിട്ടുള്ള ഒരു ദാമ്പത്തിക ജീവിതത്തിൽ ഈ 6 വർഷത്തിനോടിടയ്ക്ക് 25 ദിവസം മാത്രമേ ഉള്ളൂ അവൻ താമസിച്ചിട്ടുള്ളൂ. അവനൊരു റെസ്പെക്റ്റ് ഇല്ല കുട്ടിയോട്, ഒരു ലവ് ഇല്ല, അഫെക്ഷൻ ഇല്ല, സെക്ഷൽ റിലേഷൻ ഇല്ല, ഒരു കാരണവശാലും ഒന്നുമില്ലാത്ത രീതിയിൽ ഈ ഒരു ദാമ്പത്യത്തിന് ഈ പെൺകുട്ടി മൂല്യം കൊടുക്കുന്നത് എന്തായിരിക്കും? എൻ്റെ ഒരു ചിന്താഗതി ഇത്രേ മാത്രമേ ഉള്ളൂ. അവനൊരു റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ഒരു IIT കാരനായതുകൊണ്ട് അവനോടൊരു ആരാധന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ കുട്ടിക്ക്. ആ ആരാധനയാണ് അവളെ മരണത്തിലേക്ക് നയിച്ചത്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, നല്ല സുന്ദരി കുസുമായിട്ടുള്ള ഒരു പെൺകുട്ടി, നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. ഇവൻ്റെ ഷേപ്പാണെങ്കിൽ ഒരുമാതിരി വവ്വാല് ചപ്പിയ പറങ്ങാണ്ടി പോലെ ഇരിക്കുന്ന അവനെ ഇവള് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ആ ഒരു IIT ആയിട്ടുള്ള ഒരു നോളജിനെ മാത്രമാണ് ഇവൾ ഇഷ്ടപ്പെട്ടത്. അത് തന്നെയാണ് ഇവളെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അപ്പം ഒന്നാമത്തെ കാര്യം, ഈ അപ്പനും അമ്മയ്ക്കും ഈ കുട്ടിക്കും ഈ സമൂഹത്തിനെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ, ഞാൻ അങ്ങനെ പറയുള്ളൂ, സമൂഹത്തിനെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ, ആ തോന്നലാണ് അവിടെ പരാജയം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മനുഷ്യൻ്റെയും തോന്നൽ, ആ തോന്നലാണ് ജീവിതത്തിൻ്റെ പരാജയം. നമ്മുടെ വേടൻ്റെ വരികളുണ്ട്, അതായത് കാണ്ടാമൃഗത്തിന്റെ തോലാണ്. നമുക്ക് ആരെയും ചിന്തിക്കേണ്ട കാര്യമില്ല, ആരുടെയും വാലിഡേഷൻ വേണ്ട, ഒരു സമൂഹത്തിന്റെയും വാലിഡേഷൻ വേണ്ട. സമൂഹം എന്ത് ചിന്തിക്കട്ടെ, എനിക്ക് മൈര എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ജീവിത വിജയം ഉണ്ടാകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജീവിത വിജയം എന്നല്ല, നമുക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ, നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അമിതമായിട്ടുള്ള ഉത്കണ്ഠ അത് ആ മരണകാലത്തിൽ വ്യക്തമായിട്ട് കാണിക്കാം. ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം അവൾക്കൊരു പീക്ക് ടെൻഷൻ സമയത്ത് ഒരു കച്ചിത്തുരുമ്പ് മതി, ഒറ്റ കച്ചിത്തുരുമ്പ്, ഒരു സ്പാർക്ക് കൊടുത്താൽ മതി. നീ ഭയങ്കര പവറാടാ, ഭയങ്കര പവറാ, സെറ്റപ്പാണ്. ഒരു കച്ചിത്തുരുമ്പ്, ആ സ്പാർക്കും കൊണ്ട് അവളെ അങ്ങ് കുതിച്ചു കയറും, ആണുങ്ങളെ പോലെ അല്ല. അപ്പോൾ ആ നിമിഷത്തിൽ ആ വീട്ടുകാർക്ക്, ആ അമ്മയ്ക്ക് മോൾക്ക് ഒരു സഹായം, ഒരു കൈത്താങ്ങ്, ഒരു മനസ്സ് ശാന്തമാക്കാൻ ഒരു കൈത്താങ്ങ് കൊടുത്തിരുന്നെങ്കിൽ അവരിതുണ്ടാകത്തില്ല, അവർ ഈ ഒരു പ്രവൃത്തിയിലേക്ക് ചെയ്യത്തില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞത് ദീപക്കും സുചിത്രയും, ഇവർ രണ്ടും ആത്മഹത്യ ചെയ്തത് എന്ത് കാര്യത്തിനാണ്? അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അവർക്ക് ജീവിത സാഹചര്യം ഇല്ലാഞ്ഞിട്ടാണോ? അവർക്ക് പട്ടിണി ഉണ്ടായിട്ടാണോ? അവർക്ക് ഇതൊന്നുമല്ല. കടബാധ്യതയാണോ? അല്ല. അവരെന്താണ്? അവർ സമൂഹത്തിനെ ഭയന്നു. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് നിങ്ങൾ വേണേൽ ചിന്തിക്കും, ഗ്രീഷ്മ അവൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയതിൻ്റെ ആ ഒരു സങ്കടത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന് വേണേൽ നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേങ്കിൽ അവിടെ ഒരു ഭാര്യയും ഭർത്താവും ഒരു ബന്ധമുണ്ടാകണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു റിലേഷൻ വേണ്ടേ? ഒരു മാനസിക ശാരീരിക സ്നേഹമോ എന്തെങ്കിലും ഒരു റിലേഷൻ അതപ്പോൾ അവിടെ ഉണ്ടായിട്ടില്ല. ഈ 6 വർഷമായിട്ട് 25 ദിവസമാണ്. അപ്പോൾ അതല്ല. അപ്പോൾ അവർക്ക്, ഈ ദീപക്കിനും സുചിത്രയ്ക്കും അമ്മയ്ക്കും സമൂഹത്തിനെ കാണാൻ ഭയമാണ്. അതുകൊണ്ടാണ് ഈ ആത്മാഹൂതി നടത്തിയത്. ഒരിക്കലും നമ്മൾ സമൂഹത്തെ ഭയന്ന് ആത്മാഹൂതി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ആരെയും ഭയക്കണ്ട, ഒരു സമൂഹത്തിനെ നമ്മൾ ഭയക്കണ്ട. സമൂഹം എന്തെങ്കിലും പറയട്ടെ, മൈര, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ വന്നത് ദിലീപിൻ്റെ കാര്യവും മാങ്കൂട്ടത്തിൻ്റെ കാര്യവും ഞാൻ പറയുന്നത്. ദിലീപ് എന്ന് പറയുന്ന ആ വ്യക്തി മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥയിൽ കൂടെ പോയൊരു വ്യക്തിയാണ്. ആരായിരുന്നു ദിലീപ്? ആ ഒരു വ്യക്തിയെ 3 മാസം ജയിലിലിട്ട് മുട്ടയ്ക്ക് ചീമുട്ടയേറി എറിഞ്ഞു എല്ലാ സിനിമയിൽ നിന്നും വിലക്കി നാട്ടുകാരും വീട്ടുകാരും നാട്ടുകാരെല്ലാം തള്ളിപ്പറഞ്ഞു. അദ്ദേഹം മനസാക്ഷിയോടുകൂടി തൻ്റെ ഇടത്തോടു കൂടി പിടിച്ചു നിന്നു.
അദ്ദേഹത്തിനറിയാം അദ്ദേഹം ചെയ്ത തെറ്റല്ല എന്നുള്ളത്. ലാസ്റ്റ് അക്വിറ്റഡായി, പുള്ളിയെ നിരപരാധി എന്ന് നീതിപീഠം കണ്ടെത്തുകയും പുള്ളിയെ വെറുതെ വിടുകയും ചെയ്തു. പുള്ളി ആരായി? അപ്പം പുള്ളി പിടിച്ചു നിന്നു. പുള്ളി സമൂഹത്തിനെ അല്ല, പുള്ളി സമൂഹത്തിനെ ഒന്നും കണ്ടില്ല. പുള്ളി ചെയ്ത സത്യമായിട്ടുള്ള കാര്യം, ആ സത്യത്തിനെ മാത്രം പിടിച്ചു നിർത്തി. അതുപോലെ തന്നെ രാഹുൽ ചെയ്തിട്ടുണ്ട്, ശാരീരിക ബന്ധം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു റേപ്പല്ല, അത് കാലം തെളിയിക്കും. അപ്പം അതുവരെ ആ ചെറുക്കൻ പിടിച്ചു നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു ശാരീരിക ബന്ധം റേപ്പ് അല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, ഈ നമ്മൾ സമൂഹം എന്ത് ചിന്തിക്കും, സമൂഹം നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ നമ്മളെ മരണത്തിലേക്ക് വിടുന്ന വരെ സാഹചര്യമുണ്ടാക്കും. അപ്പം നമ്മൾ സമൂഹത്തിനെ ഒരു മൈലെന്ന രീതിയിൽ കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കുക. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കരങ്ങൾ നീട്ടുന്ന ആ കരങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കരുത്, തള്ളിപ്പറയരുത്. അത് നമ്മുടെ ജീവനോട് ചേർത്ത് പിടിക്കണം. കാര്യം നമുക്ക് മനുഷ്യനെന്ന നിലയ്ക്ക് മനുഷ്യനെ മൃഗത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടാണ്. അപ്പോൾ എന്താ പറയേണ്ടത്? ബുദ്ധിയുള്ള മനുഷ്യന് നന്ദി ഉണ്ടായിരിക്കണം, നന്ദിയുണ്ട്. അപ്പോൾ ആപത്ഘട്ടങ്ങളിൽ നമുക്ക് നീട്ടുന്ന കരങ്ങളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹം ഒന്നുമല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ഒരു തെറ്റും ചെയ്യാതെ, ബാക്കിയുള്ളവന് ഒരു ദ്രോഹവും ഉണ്ടാക്കാതെ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ആത്മസുഖത്തിന് ചെയ്യുന്ന പ്രവൃത്തി അവരനൊരിക്കലും ദോഷം ചെയ്യുന്ന രീതിയിലല്ലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ഒരു 2 കാര്യത്തിൽ ഈ 3 ജീവങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാൽ ഖേദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു.